ഇന്ന് നമ്മൾ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള +1 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അനിമൽ കിങ്ഡത്തിലെ ഫസ്റ്റ് ഫൈലമായിട്ടുള്ള ഫൈലം പോറിഫെറയാണ് നമ്മൾ നോക്കുന്നത്. ഫൈലം പോറിഫെറ എന്ന് പറയുന്ന സമയത്ത് അതിലുള്ള ആളുകൾ മെയിൻലി നമ്മൾ സ്പോഞ്ചസ് എന്നാണ് പറയാം. അവർ മറൈൻ അനിമൽസ് ആണ്. അവരുടെ സിമെട്രി എന്ന് പറയുന്നത് ബേസിക്കലി അസിമെട്രിക്കലാണ്. അതായത് അവരെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ അതിന് പറ്റില്ല. അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അവരുടെ ബോഡിയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അവരുടെ ബോഡിയിൽ മൈന്യൂട്ട് പോർസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഒസ്റ്റിയ. ആ ഒരു ഒസ്റ്റിയ എന്ന് പറയുന്നത് ബോഡി വാളിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആ ബോഡി വാളിലുള്ള ഒസ്റ്റിയയിൽ കൂടെ വാട്ടർ എന്ത് ചെയ്യാണ് ചെയ്യുക, ഒരു ക്യാവിറ്റിയിലേക്ക്, സെൻട്രൽ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുക. ആ സെൻട്രൽ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസിയൽ. ഓക്കെ, ആ സ്പോഞ്ചോസിയൽ അവിടെ നിന്നും ഒസ്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ടർ ഓപ്പണിംഗ് ഉണ്ട്, അതിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ആ ഫിഗറിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഒരു മൈന്യൂട്ട് പോർസ് കൂടെയാണ്. അതായത് ഈ ഭാഗത്തുള്ള ഈ പോർസിനെ വിളിക്കുന്ന പേരാണ് ഒസ്റ്റിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എത്തുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് സ്പോഞ്ചോസിയൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സ്പോഞ്ചോസിയലിൽ നിന്നും ഈ ഒരു ഒസ്കുലം വഴി വാട്ടർ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇവിടെ ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, റിമൂവൽ ഓഫ് വേസ്റ്റ്, ഈ പ്രോസസ്സുകളെല്ലാം ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പാത്വേ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ദെൻ ഈ ഒരു സ്പോഞ്ചോസിയൽ അത് ലൈൻ ചെയ്തിട്ടുള്ളത് ക്വയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് പറയുന്ന സെൽസുകൾ യൂസ് ചെയ്തിട്ടാണ്. ദെൻ നമ്മൾ ഈ ഒരു സ്പോഞ്ചസിൻ്റെ കേസ് എടുക്കുമ്പോൾ അവർക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കേസിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് നടക്കുന്നത്. അവരുടെ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിട്ടൺ മേഡ് അപ്പ് ഓഫ് സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. അവർ സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ബോഡി സ്കെലിട്ടന് സപ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ ഇവരുടെ കേസിൽ ഇവരെ നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്നാണ് വിളിക്കുക. അതായത് ഇവർക്ക് സെക്സ് സെപ്പറേറ്റ് അല്ല. അതായത് എഗ്ഗും സ്പേമും സെയിം ഇൻഡിവിജ്വൽ ആണ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഇവരുടെ റീപ്രൊഡക്ഷൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഇവരുടെ കേസിൽ നടക്കുന്നത്. ഒന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, രണ്ടാമത്തേത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈ എ പ്രോസസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈ ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. ആ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന കേസിൽ അവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇന്റേണലി ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവരുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ അവർ ലാർവൽ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് ഹാവിങ് എ ലാർവൽ സ്റ്റേജ് വിച്ച് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദി അഡൽട്ട്, അതും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്. ദെൻ ഈ ഒരു സ്പോഞ്ചസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഫൈലം പോറിഫെറയിൽ നമ്മൾ എക്സാമ്പിൾസ് നോക്കുമ്പോൾ മെയിൻലി 3 എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് സൈക്കൺ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ സ്കൈഫ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് യൂസ്പോഞ്ചിയ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ബാത്ത് സ്പോഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ദെൻ മൂന്നാമത്തേതാണ് സ്പോഞ്ചില്ല, അവർ നമ്മൾ വിളിക്കും ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് വിളിക്കും. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആരൊക്കെയാണെന്നുള്ളതൊരു ഐഡിയ കിട്ടും. സോ സൈക്കൺ എന്ന് പറയുമ്പോൾ എസ് ആണ്, യൂസ്പോഞ്ചിയ എന്ന് പറയുമ്പോൾ ഇ ആണ്, സ്പോഞ്ചില്ല എന്ന് പറയുമ്പോൾ എസ് ആണ്. ജസ്റ്റ് സെസ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ എക്സാമ്പിൾസ് ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.